പണിക്ക് പോകാത്ത ക്ഷീണത്തിൽ ഇപ്പൊ ദുബായി ഇരിക്കേണ്ട ആളാ. നടികത്തിലൊക്കെ മലയാളി ഫ്രം ഇന്ത്യ നടന സംഭവം. ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് പിള്ളേരൊന്നുമില്ല. അവർ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ നിങ്ങൾ കണ്ടല്ലോ, അവരെല്ലാവരും കൂടെ എറണാകുളത്ത് പോയിരിക്കണം. അപ്പോൾ അവരവിടെ എൻജോയ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഞാനും ലിജോയും മമ്മിയും മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളെല്ലാവരും കൂടി ഫിലിം കാണാൻ പോകാമെന്ന്. അപ്പം ഇന്നലെ തന്നെ ഞങ്ങൾ ടിക്കറ്റ് നോക്കിയപ്പോൾ നമ്മൾ ആവേശം കാണാൻ വേണ്ടിയാണ് നോക്കിയത്. പക്ഷേ ഹൗസ്ഫുള്ളായിരുന്നു. അപ്പോൾ ടിക്കറ്റ് ഒന്നും കിട്ടിയില്ല. ഇന്ന് നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്, 3 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫിലിം കാണാൻ പോവുകയാണ്. മമ്മീനെയും കൂട്ടിക്കൊണ്ട്. അപ്പം അതിന് വേണ്ടി കുളിച്ച് റെഡി ആവാനൊക്കെ ആയിട്ട് പോവുകയാണ്. തലയിൽ നല്ലപോലെ എണ്ണയൊക്കെ വെച്ചാണ് ഞാൻ ഇന്ന് കുളിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു എണ്ണ ഞാൻ നേരത്തെയും നമ്മുടെ വ്ളോഗിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. മമ്മാർത്തിൻ്റെ ഹിബിസ്കസ് ഹെയർ ഓയിലാണ്. ഡാമേജ് ഹെയറിനെയൊക്കെ റിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ഓയിലാണിത്. ഇപ്പോൾ ഹെയർ നല്ലതുപോലെ ഡാമേജ് ആയിരുന്നു. ഇതുപോലെ ഒന്ന് വലിക്കുമ്പോഴത്തേനും പെട്ടെന്ന് തന്നെ അത് പൊട്ടിപ്പോവായിരുന്നു. അപ്പം അത്രത്തോളം ഡാമേജ് ആയിരുന്നു ഹെയർ. മെയിനായിട്ട് അടങ്ങിയിട്ടുള്ളത് ഹിബിസ്കസും കറി ലീവ്സുമാണ് ഇതിൽ മെയിനായിട്ട് അടങ്ങിയിട്ടുള്ളത്. ഇതുപോലെയാണ് നമ്മുടെ എണ്ണ ഇരിക്കുന്നത്. അപ്പോൾ ഈ ഒരു എണ്ണയുടെ കൂടെ നമുക്കിത് ഇതുപോലെ നമുക്കൊരു കണ്ടോ കോംബ് ആപ്ലിക്കേറ്ററും കൂടെ കിട്ടും. ഇതുപോലെ നമുക്കത് ഫിക്സ് ചെയ്യാം. എന്നിട്ട് പിന്നെ നമുക്ക് തലയിൽ ഇതുപോലെ നമുക്ക് നമ്മുടെ സ്കാലപ്പിൽ നമുക്ക് ഇങ്ങനെ എണ്ണ നമുക്കിങ്ങനെ ഓരോ വകച്ചിലായിട്ട് നമുക്ക് ചീപ്പ് കൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോലെ നമുക്കിത് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഹിബിസ്കസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയറിന് ഡ്രൈനെസ്സിനൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ കറി ലീവ്സും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. നല്ലൊരു നറിഷ്മെൻറ്റ് തരാനും നല്ലൊരു സ്മൂത്ത്നെസ് എഫക്റ്റീവ് തരാനും ഒക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു കറി ലീവ്സ് നമ്മളെ സഹായിക്കും. ഇപ്പോൾ യൂസ് ചെയ്യാൻ പോകുന്നത് മമ്മാർത്തിൻ്റെ ഹിബിസ്കസ് ഡാമേജ് റിപ്പയർ ഷാമ്പു ആണ്. ഇതുപോലെയാണ് ഷാമ്പുവിൻ്റെ ടെക്സ്ചർ ഇരിക്കുന്നത്. ഇതിലടങ്ങിയിരിക്കുന്നത് ഹിബിസ്കസും അതുപോലെ തന്നെ കറി ലീവ്സും ആണ്. നമുക്ക് സ്കാലപ്പിൽ നല്ലതുപോലെ നമുക്ക് കൊടുക്കാം. ഷാമ്പു അപ്ലൈന് ശേഷം നമുക്ക് മമ്മാർത്തിൻ്റെ ഹിബിസ്കസ് ഡാമേജ് റിപ്പയർ കണ്ടീഷണറും കൂടെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഹെയറിൻ്റെ ഇതുപോലെ നമുക്ക് എൻഡ് പോർഷനിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്കിത് കഴുകി കളയാവുന്നതാണ്. ഹിബിസ്കസ് ഡാമേജ് ഹെയർ ഓയിലും അതുപോലെ തന്നെ ഷാമ്പും കണ്ടീഷണറും എല്ലാം തന്നെ എല്ലാ ഹെയർ ടൈപ്പുകാർക്കും പറ്റുന്നതാണ്. ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡുമാണ്, മെയ്ഡ് സേഫ് സർട്ടിഫൈഡുമാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള മമ്മാർത്തിൻ്റെ ഹിബിസ്കസ് ഡാമേജ് റിപ്പയർ ഓയിലും അതുപോലെ തന്നെ ഷാമ്പും കണ്ടീഷണറും മേടിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജിനീസ് 2024 എന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ 20% ഓഫ് കിട്ടും മമ്മാർത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്നും ആപ്പിൽ നിന്നും. മമ്മാർത്തിനെ പറ്റി പറയുമ്പോൾ അവരുടെ പ്ലാന്റ്സ് ഗുഡ്നസ് ഇനിഷ്യേറ്റീവ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരിക്കും. നമ്മളൊരു പ്രോഡക്റ്റ് അവിടെ നിന്നും മേടിക്കുമ്പോഴത്തേനും ഒരു ട്രീയുമായിട്ട് കണക്റ്റ് ആകും. അങ്ങനെ 2025 ആകുമ്പോഴത്തേനും 1 മില്യൺ ട്രീസ് നടുക എന്നുള്ളതാണ് അവരുടെ ഒരു എയിം. മമ്മാർത്ത് പ്രോഡക്റ്റുകളെല്ലാം തന്നെ ആമസോൺ, ഫ്ലിപ്കാർട്ട്, നൈക്ക കൂടാതെ അവരുടെ വെബ്സൈറ്റിൽ നിന്നും നമുക്ക് മേടിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള സ്റ്റോറിൽ നിന്നും മേടിക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ പെട്ടെന്നൊന്ന് റെഡി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പോകാം. പുതിയ ഉടുപ്പൊക്കെ ഇട്ടല്ലോ. ഇതാണ് ജിമ്മി വാങ്ങിച്ചെന്ന് ഉടുപ്പെന്ന് പറഞ്ഞത്. ജിമ്മി മേടിച്ചാണ് ദുബായി കൊണ്ടുപോകാന്ന് പറഞ്ഞ് നല്ല ഡ്രസ്സാണ്. കൊച്ചി കൊണ്ടുപോയി ഉടുപ്പും ചെരുപ്പും എല്ലാം മേടിച്ചു. ചെരുപ്പ് മേടിച്ചു. ഓക്കെ ഓക്കെ, നല്ല ഡ്രസ്സാണ് ഇത്. ഈ ചൂടത്തിടാൻ പറ്റിയ നല്ല ഡ്രസ്സാണ്. ലൂസൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. എനിക്ക് ലൂസായിട്ട് ഇഷ്ടം. നല്ലതാ. നമുക്ക് സിനിമ കാണാൻ പോയാലോ? നമ്മൾ മാത്രമേ ഉള്ളൂ എറണാകുളത്ത്. അവര് എറണാകുളത്ത് എൻജോയ് ചെയ്യുന്നു. ഞങ്ങൾ ഇവിടെ എൻജോയ് ചെയ്യും. ലൈറ്റ് ഇല്ലാത്തോണ്ട് ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. പിള്ളേരറിയില്ല. അത് ഞാൻ പറഞ്ഞു, പിള്ളേരൊന്നുമില്ല. ഞങ്ങൾ മാത്രം സിനിമ കാണാൻ പോവാണ്. ഞങ്ങളൊരു 2-3 തവണ 2-3 ദിവസം ടിക്കറ്റിന് വേണ്ടി നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഇന്നൊരു ദിവസം ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയത്. ആടുജീവിതം. ഇത് ഈ സിനിമ വന്നിട്ട് ഇപ്പൊ 2 ആഴ്ചയായെന്ന് തോന്നുന്നു. 2 ആഴ്ചയായിട്ട് ഞങ്ങൾ നോക്കുമ്പോഴൊക്കെ ഹൗസ്ഫുൾ ആണ്. 6 മണിക്കത്തെ ഷോയ്ക്ക് ബുക്ക് ചെയ്യാൻ വേണ്ടി ഇരുന്നു. ആദ്യം ഞങ്ങള് വർഷങ്ങൾക്ക് ശേഷം നോക്കി, അത് ഹൗസ്ഫുൾ ആണ്. പിന്നെ ആവേശമാണെങ്കിലും
ആവേശത്തിന് പിന്നെ ഞങ്ങൾക്ക് അതായത് ഇന്നലെ നോക്കിയിട്ട് കിട്ടിയില്ല, എന്നിട്ട് ഇന്നത്തേനെ ഞങ്ങൾ ബുക്ക് ചെയ്തു. 2 ദിവസം മുമ്പ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. കിട്ടും. പിന്നെ ഒരു മറ്റേ ഏറ്റവും ഫ്രണ്ടിലത്തെ 2 സീറ്റ് ഉണ്ടായിരുന്നു, അത് വേണ്ടെന്ന് വെച്ച് ഞങ്ങൾ തൊട്ടിക്കകത്ത് കാലിട്ട് അത് ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. നമ്മള് കണ്ടിട്ടുണ്ട് പൊന്നിയിൻ സെൽവൻ, നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ അതെ അതെ. ഇവന്റെയൊക്കെ ഷൂവിന്റെ അടിയിൽ എന്റെ തല ഇങ്ങനെ കണ്ടിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ 1ാമത്തെ സീറ്റ് വേണ്ടെന്ന് വെച്ചു. ഞങ്ങളിപ്പോ പോവാണ്. പിള്ളേരില്ലാത്തോണ്ട് ആക്ച്വലി നമുക്ക് ഭയങ്കര ഇതല്ലേ, ഭയങ്കര നിശബ്ദമാണ്, ശാന്തസുന്ദരം. ആ വീട്ടിലാണെങ്കിൽ അപ്പം നമ്മൾ ചെയ്ത് കയറിയപ്പോഴത്തേക്കും അപ്പൻ ചോദിക്കും പിള്ളേരെന്ത് ചെയ്യണം. ഞാൻ പറഞ്ഞു പിള്ളേര് എറണാകുളത്താണ്. അമ്മയോട് ചോദിച്ചാൽ പറയാം അമ്മ അപ്പൻ 2 വിട്ടിട്ട് അവിടെ ഇരിപ്പുണ്ടെന്ന്. പിള്ളേര് വീട് ഉറങ്ങിപ്പോയി. അതെ അതെ അതെ. ഒരാഴ്ച വന്നപ്പോ നിന്ന് തകർത്തേച്ചങ്ങ് പോയി. പിറ്റേ ദിവസം പിള്ളേര് വേണം, എനിക്ക് ഭയങ്കര ശൂന്യതയാ. ഞങ്ങള് സിനിമ കാണാൻ വരുന്നത് പാലയിലെ പുത്തേറ്റ് സിനിമാസ് അവിടെയാണ്. ഇവിടെ കിട്ടാലോ. എവിടെ വണ്ടി ഇടുന്നതെന്ന് എനിക്ക് അറിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആടുജീവിതം ഇവിടെ തന്നെയാ കേട്ടോ കണ്ടത്. ഇവിടെ റോഡ് എടുത്തിട്ട് വെച്ചിട്ടല്ലോ അറിഞ്ഞോളൂ. പാർക്ക് ചെയ്തിട്ട് എന്നുള്ള വിശ്വാസത്തിൽ ഇവിടെ എപ്പോഴും തിരക്കാണ്. പിന്നെ പുത്തേട്ട് തന്നെ ഇതിൻ്റെ ഇപ്പുറത്ത് നമുക്കൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, എ.എം.ബി ഫാമിലി റെസ്റ്റോറൻറ്റ്. ദുബായിക്ക് പോകാത്ത ക്ഷീണത്തിൽ ഇപ്പൊ ദുബായി ഇരിക്കേണ്ട ആളാ. എല്ലാ ബാഗൊക്കെ സെറ്റായി. ദുബായിൽ മഴ, പെരും മഴ. ഇപ്പോഴാണ് ബാഗ് പൊട്ടിച്ച് ഓരോന്ന് പെറുക്കി എടുക്കുന്നത്. അവളെന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറച്ച് തുണി ചെറുപ്പം വെച്ചു. ദുബായിൽ പോകുന്ന ഉടുപ്പ് ഒന്നും ഇന്ന് ഇട്ടേക്കുന്നത്. അതെ അതെ അതെ. അവൾ മേടിച്ചു തന്നാ പോകാത്ത. അതെ അതെ അതെ. ഞാൻ പറഞ്ഞു നല്ല ഡ്രസ്സായത്, മമ്മിക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റിയ നല്ല ഡ്രസ്സാ. എനിക്കും അത് ഇഷ്ടപ്പെട്ടു. ആ ചെരുപ്പ് അവിടെ നിന്ന് വാങ്ങിച്ചതാ. വീട്ടിലിടാൻ മേടിച്ചാ ഞാൻ ഇന്നിട്ടോ. നടികർത്തിലൊക്കെ മലയാളി ഫ്രം ഇന്ത്യ നടന സംഭവം. നടന്നല്ലേ നടന്ന സംഭവം. ജയ് ഗണേശന്റെ താഴെ പോയേ വീഡിയോ എടുത്തപ്പോൾ ഇഷ്ടപ്പെട്ടില്ല. അത് കുറേ പടങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഇത് കുഴപ്പമില്ല. ഇത് ഞങ്ങളുടെ ഇവിടുത്തെ PVR പോലത്തെ മൾട്ടിപ്ലെക്സ് കണ്ടോ. വാഹു എത്ര മനോഹരമായി. അതെ അതൊക്കെ കണ്ടോ, എത്ര നല്ല തിയേറ്ററുള്ളത് ഇവിടെ ഉണ്ട്. ഏറ്റവും ഭയങ്കര അതിവിടെ ഇരുന്നിട്ട് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് റോയിലുണ്ട്. എന്താ ഞങ്ങൾ നേരത്തെ വന്നു, ആരും വന്നില്ല. അല്ല ഇന്നലെ ഭയങ്കര തിരക്കായിരുന്നു, ഇന്നലെ ടിക്കറ്റ് കിട്ടിയില്ല. പക്ഷെ ഇന്ന് ആരും കാണുന്നില്ല. ഒരു സമയമാകുന്നുള്ളൂ. നേരത്തെ വന്നോണ്ടല്ലോ. അമ്മ എല്ലാവരും നേരത്തെ ഇറങ്ങി. പള്ളിയിൽ പോകുന്ന നേരത്തെ ഇറങ്ങില്ല. ഞങ്ങൾ വളരെ നേരത്തെ പോകുന്നു. ഇന്ന് തന്നെ പുകയില ഉപേക്ഷിക്കൂ. സഹായത്തിനായി 1800112356 കോൾ ചെയ്യൂ. അല്ലെങ്കിൽ 0. ഇഷ്ടപ്പെട്ടോ? നല്ല സിനിമയായിരുന്നു അല്ലേ? അപ്പൊ എല്ലാരും സിനിമ പോയി കാണുക. അടിപൊളി പടമാണ്. അല്ലേ, തിയേറ്ററിൽ തന്നെ പോയി കാണണം കേട്ടോ. മമ്മി അവിടെ എന്തോ ഓർത്ത് ചിരിച്ചോണ്ട് മമ്മി ഇതുവരെ ചിരി നിർത്തിയിട്ടില്ല. അതാ ഓർത്തോർത്ത് ചിരിയ. ഗേറ്റ് പൂട്ടി ചിരിച്ചോണ്ടാ വരുന്നത്. കല്യാണ വീട്ടിൽ നിന്ന് തുണി എടുത്തേച്ച് ലാസ്റ്റ് പിള്ളേർക്ക് സ്കൂളിൽ പോകണം. അവസാനം പുറത്ത് നിന്ന് അപ്പൊ എല്ലാരും തിയേറ്ററിൽ പോയി പടം കാണും അല്ലേ?
ഇപ്പൊ സമയത്ത് 12 മണിയായെന്ന് തോന്നുന്നു. അപ്പൊ അതുണ്ടായി അപ്പൊ ഇന്നത്തെ വ്ളോഗ് ഇത്രേ ഉള്ളൂ. അടുത്ത ദിവസം വേറൊരു വ്ളോഗ് ഗുഡ് നൈറ്റ് മമ്മി. ദുബായിക്ക് പോകാനുള്ള ബാഗൊക്കെ ഇപ്പൊ പൊട്ടിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ദുബായിലിരിക്കേണ്ടതാ. ഓക്കെ, അടുത്ത ആഴ്ച പോലെ ഇനി മെയിലോട്ടാണ്. മെയില് ഡേറ്റ് ഫിക്സ് ആയില്ല. ഓക്കെ, ബൈ ബൈ. ഓക്കെ ബൈ.